കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ അയോധ്യാകാന്ഡം 8-ാം സർഗം 58-ാം ശ്ലോകമാണ് നമ്മൾ ചൊല്ലി നിർത്തിയത്. അപ്പോൾ അതിൽ പിന്നെ എന്താണ് പറഞ്ഞു വെച്ചാൽ, ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മം കൊണ്ട് വസിഷ്ഠരെ പൂജിച്ചിട്ട് പിന്നെ സൈന്യസമേതനായിട്ടുള്ള ഭരതനെ ഭരദ്വാജ മഹർഷി, യോഗികളുടെ രാജാവ് പറഞ്ഞല്ലോ, ഭരദ്വാജ മഹർഷി തൃപ്തിപ്പെടുത്തി പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. കാമധേനുവിനെ സ്മരിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ നമ്മളെ ഭരദ്വാജ മഹർഷി. കാമധേനുവിനെ സ്മരിച്ച് ഭരതനും കൂടെ വന്ന പിന്നെ വസിഷ്ഠനും ശിഷ്യന്മാർക്കും സൈന്യങ്ങൾക്കും സകലർക്കും ഭക്ഷണം കൊടുത്ത് അങ്ങേയറ്റം അവരെ തൃപ്തിപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞു. ഈ സർഗം 8-ാം സർഗം കഴിയാറായി. നമുക്ക് നോക്കാം 59. ഉഷിത്വാ ദിനമേകം തു ആശ്രമേ സ്വർഗസന്നിഭേ അഭിവാദ്യ പുനഃ പ്രാതർ ഭരദ്വാജം സഹാനുജ. ഇനി 60, 61, 62 കൂടി വായിക്കണം. ഭരതസ്തു കൃതാനുജ്ഞ പ്രയയൗ രാമസന്നിധിം ചിത്രകൂടമനുപ്രാപ്യ ദൂരെ സംസ്ഥാപ്യ സൈനികാൻ രാമസന്ദർശനാകാംക്ഷി പ്രയയൗ ഭരത സ്വയം ശത്രുഘ്നേന സുമന്ത്രേണ ഗുഹേന ച പരം തപസ്വിമണ്ഡലം സർവം വിജിന്വാനോന്യവർത്തത. അദൃഷ്ട്വാ രാമഭവനമപൃച്ഛദൃശിമണ്ഡലം കുത്രാസ്തേ സീതയാ സാർത്ഥം ലക്ഷ്മണേന രഘുത്തമഃ. നമുക്ക് അർത്ഥം നോക്കാം. സ്വർഗസന്നിഭേ ആശ്രമേ, അതായത് സ്വർഗം പോലെയുള്ള ആശ്രമത്തിൽ ഏകം ദിനം ഉഷിത്വ, അതായത് അത്ര കേമാണ് ഭരദ്വാജാശ്രമം. അവിടെ ഏകം ദിനം ഉഷിത്വ, ഒരു ദിവസം താമസിച്ചിട്ട് പുനഃ പ്രാതഃ, പിറ്റേ ദിവസം പ്രഭാതത്തിൽ, അന്ന് അവിടെ താമസിച്ചു. ആരുടെ? സ്വർഗസദൃശമായിട്ടുള്ള ഭരദ്വാജാശ്രമത്തിൽ. എന്നിട്ട് സഹാനുജ ഭരത, അനുജനോടുകൂടിയ ഭരതൻ വെച്ചാൽ ശത്രുഘ്നോടുകൂടിയ ഭരതൻ, ഭരദ്വാജം അഭിവാദ്യ, ഭരദ്വാജനെ അഭിവാദനം ചെയ്ത്, കൃതാനുജ്ഞ, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി രാമസന്നിധിം പ്രയയൗ, രാമൻ്റെ അടുത്തേക്ക് പോയി. ചിത്രകൂടം അനുപ്രാപ്യ, ചിത്രകൂടത്തിൽ എത്തിയിട്ട്, സൈനികൻ ദൂരെ സംസ്ഥാപ്യ, സൈനികരോട് അകലെ നിൽക്കാൻ പറഞ്ഞിട്ട്, രാമസന്ദർശന ആകാംക്ഷി പരന്തപഃ ഭരത സ്വയം പ്രയയു, രാമനെ കാണാൻ അങ്ങേയറ്റം ഔത്സുക്യത്തോടു കൂടിയിട്ടുള്ള അതിപരാക്രമശാലിയായ ഭരതൻ താൻ തന്നെ അങ്ങടെ നേരെ പോയി. ബാക്കിയുള്ളവരോടൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. വേറെ അവനോൻ തന്നെ പോയി. ശത്രുഘ്നേന സുമന്ത്രേണ ഗുഹേന ച, ശത്രുഘ്നും മന്ത്രിയായിട്ടുള്ള സുമന്ത്രനും ഗുഹനും കൂടി തപസ്വിമണ്ഡലം സർവം വിജിന്വാന്യവർത്തതെ, തപസ്വിമണ്ഡലം മുഴുവൻ അന്വേഷിച്ചവനായിട്ട് നിവർത്തിച്ച രാമഭവനം അദൃഷ്ട്വ, രാമഭവനത്തെ ദർശിക്കാതെ, അവിടെയൊക്കെ നോക്കിയിട്ട് ആശ്രമം കാണാനില്ല രാമൻ താമസിക്കുന്ന സ്ഥലം. സീതയാ ലക്ഷ്മണേന സാർത്ഥം, സീതയോടും ലക്ഷ്മണോടും കൂടെ രഘുത്തമഃ കുത്ര ആസ്തേ, രഘുപതി എവിടെയാ താമസിക്കണേ എന്ന് ഋഷിമണ്ഡലം അപൃച്ഛത്, മഹർഷിമാരോട് ചോദിച്ചു. കാണാനില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ടില്ല. എന്താ പറഞ്ഞാൽ കാമധേനുവിനെ സ്മരിച്ചിട്ടാണ് ഇവർക്ക് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ കാമധേനുവിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്വർഗസമാനമായിത്തീർന്ന ആ ഭരദ്വാജാശ്രമത്തിൽ ഒരു ദിവസം, അന്നത്തെ ദിവസം താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ശത്രുഘ്നോടു കൂടി ഭരദ്വാജമുനിയുടെ അനുവാദത്തോടു കൂടി ഭരദ്വാജമുനി നമസ്കരിച്ച് രാമൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. എന്നിട്ട് ചിത്രകൂടത്തിലെത്തിയപ്പോൾ സൈന്യത്തിനൊക്കെ ദൂരെ നിർത്തിയിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ കാണാനാണ് അങ്ങേയറ്റം ഔത്സുക്യത്തോടു കൂടിയിട്ടുള്ള ധീരനായിട്ടുള്ള ഭരതൻ, ശത്രുഘ്നൻ, സുമന്ത്രര, ഗുഹൻ ഇവരോട് ചേർന്ന് താപസന്മാർ, അവിടെയുള്ള കുറേ മഹർഷിമാർ താമസിക്കുന്ന സ്ഥലമൊക്കെ
കണ്ടു. അത് കൂടെയൊക്കെ നോക്കി, പക്ഷെ ശ്രീരാമനെ കണ്ടില്ല. അതാണ് അവിടെ ആ കാട്ടിൽ ഒരുപാട് മഹർഷിമാർ താമസിക്കണ്ടല്ലോ. അവിടെയൊക്കെ ചുറ്റി നടന്നിട്ട് അവരുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ആശ്രമങ്ങളുണ്ടാവണം. അത് കൂടെയൊക്കെ നടന്നപ്പോഴൊന്നും ശ്രീരാമൻ താമസിക്കുന്ന സ്ഥലം കണ്ടില്ല. അപ്പോൾ സീതാലക്ഷ്മണ സമേതനായിട്ടുള്ള എൻ്റെ ശ്രീരാമചന്ദ്രസ്വാമി എവിടെയാണ് താമസിക്കണമെന്ന് അവിടെയുള്ള ഋഷിമാരോടൊക്കെ ഭരതൻ ചോദിച്ചു. അതാണ് ഇവിടുന്ന് പുറപ്പെട്ട് ഭരതാചാര്യൻ്റെ ചിത്രകൂടത്തിലെത്തി. എന്നിട്ട് അവിടെ കുറേ മഹർഷിമാരുണ്ടല്ലോ, എല്ലാ കാട്ടിലൊക്കെ മഹർഷിമാരുണ്ടല്ലോ അന്നൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് കാണാത്ത അവരോട് ചോദിച്ചു, സീതാലക്ഷ്മണ സമേതനായിട്ടുള്ള എൻ്റെ രാമചന്ദ്രൻ എവിടെ താമസിക്കണമെന്ന് അവരോട് ചോദിച്ചു. അവർക്ക് അറിയിച്ചിട്ടേ ഇനി നമുക്ക് ഇപ്പം ഈ 59 തൊട്ട് 62 വായിച്ച് അടുത്ത 3 എണ്ണാണെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത 3 എണ്ണം വായിക്കാം. ഈ 4 എണ്ണം വായിച്ചിട്ട് ഉഷിത്വാ ദിനമേകം തു ആശ്രമേ സ്വർഗസന്നിഭേ അഭിവാദ്യ പുനഃ പ്രാതർഭരദ്വാജം സഹാനുജഃ ഭരതസ്തു കൃതാനുജ്ഞഃ പ്രയൗ രാമസന്നിധിം ചിത്രകൂടമനുപ്രാപ്യ ദൂരെ സംസ്ഥാപ്യ സൈനികൻ രാമദർശനാകാംക്ഷി പ്രയൗ ഭരതസ്വയം ശത്രുഘ്നേന സുമന്ത്രേണ ഗുഹേന ച പരം തപസ്വിമണ്ഡലം സർവം വിജിന്വാനോന്യവർത്തത. തപസ്വിമണ്ഡലം എന്ന് പറഞ്ഞാൽ താപസന്മാരവിടെ താമസിക്കുന്ന ആ ഒരു ഏരിയ എന്നർത്ഥം. ആ ഒരു ഏരിയ മുഴുവൻ നോക്കിയിട്ടും അദൃഷ്ട്വ കണ്ടില്ല എന്ന്. അദൃഷ്ട്വ രാമഭവനം അപൃച്ഛത് ഋഷിമണ്ഡലം. അപ്പം ഋഷിമാരോട് ചോദിച്ചു, കുത്രാസ്തേ സീതയാ സാർദ്ധം ലക്ഷ്മണേന രഘൂത്തമഃ. എവിടെയാണ് ചോദിച്ചു അവരോട്. 3 ശ്ലോകം വായിക്കാട്ടോ. ഊചുരഗ്രേ ഗിരേഹ പശ്ചാത് ഗംഗായ ഉത്തരേ തടേ വിവിക്തം രാമസദനം രമ്യകാനനമണ്ഡിതം സഫലൈരാമ്രപനസൈ കദളീഷണ്ഡസംവൃതം ചമ്പകൈഃ കോവിദാരൈശ്ച പുന്നാഗൈർവിപുലൈസ്തഥാ ഏവം ദർശിതമാലോക്യ മുനിഭിർഭരതോഗ്രത ഹർഷാദ്യയൗ രഘുശ്രേഷ്ഠഭവനം മന്ത്രിണാ സഹ. ഗംഗായാഹ ഉത്തരേ തടേ, ഗംഗയുടെ മറ്റേ കരയിലെന്ന് മറുകരയിൽ, ഗിരേഹേ പശ്ചാത് ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലെ പിൻഭാഗത്ത്, രമ്യകാനന മണ്ഡിതം നല്ല മനോഹരമായിട്ടുള്ള വനം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും, സഫലൈഹി ആമ്രപനസൈഹി ധാരാളം ഈ മാങ്ങയും ചക്കയും ഒക്കെ, അതായത് മാവും പ്ലാവും എന്നർത്ഥം, മാവും പ്ലാവും ഒക്കെ തിങ്ങി നിൽക്കുന്നതും, തഥാ വിപുലൈഹി പുന്നാഗൈഹി കോവിദാരൈഹി ചമ്പകൈഹി അതേപോലെ തന്നെ പുന്നാഗം, കോവിദാരം, ചമ്പകം എന്നുള്ള ചെടികളോടുകൂടിയതും, കദളീഷണ്ഡ സമൃദ്ധം കദളിവാഴകളാൽ ചുറ്റപ്പെട്ടതും, വിവിക്തം ബാക്കി എല്ലാറ്റിൽ നിന്നും വിട്ട ഏകാന്ത സ്ഥലത്തുള്ളതുമായ രാമസദനം അഗ്രേ ഊചു രാമൻ്റെ വാസസ്ഥാനത്തെ മുമ്പിലായിട്ട് കണ്ടുകൊണ്ട് പറഞ്ഞു, മുനിഭി ഏവം ദർശിതം മുനിമാരാൽ പറഞ്ഞു, ഇതാണെന്ന് മുനിമാരാൽ ഇപ്രകാരം കാട്ടിക്കൊടുക്കപ്പെട്ടു. ആ ദർശിതം എന്ന് പറഞ്ഞല്ലോ, മുനിമാർ കാണിച്ചു കൊടുക്കപ്പെട്ടതിനെ അഗ്രത ഭരത ആലോക്യ ഭരതൻ മുമ്പിൽ കണ്ടിട്ട് മന്ത്രിണാ സഹ മന്ത്രിയോടുകൂടെ രഘുശ്രേഷ്ഠ ഭവനം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഭവനത്തെ ഹർഷാദിയൗ സന്തോഷത്തോടുകൂടി അങ്ങോട്ട് പോയി കാണിച്ചു കൊടുത്തു എന്ന്. അതായത് ആ മുൻഭാഗത്ത് ഗംഗയുടെ മറുകരയിൽ പർവ്വതത്തിൻ്റെ പിൻഭാഗത്തായിട്ട് മനോഹരമായ കാനനം കൊണ്ട് അലങ്കരിക്കപ്പെട്ട് ഫലപൂർണങ്ങളായ മാവ്, പ്ലാവ്, ചമ്പകം, കോവിദാരം, പുന്നാഗം എന്ന വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട് കദളിവാഴകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ വിജനമായ സ്ഥലത്തിൽ കാണുന്ന ആ ഭവനാണ് രാമചന്ദ്രസ്വാമിയുടെ. മുനിമാരിങ്ങനെ കാണിച്ചു കൊടുത്തു. മുനിമാരാൽ ഇപ്രകാരം കാണിച്ചു കൊടുക്കപ്പെട്ട ആ ശ്രീരാമചന്ദ്രൻ്റെ ആ വാസസ്ഥാനത്തെ മുമ്പിൽ കണ്ടിട്ട് ഭരതൻ ഭയങ്കര സന്തോഷത്തോടു കൂടി സുമന്ത്രരെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോയി എന്ന്, അതായത് രാമൻ്റെ വാസസ്ഥാനത്തിലേക്ക് പോയി. അപ്പോൾ ആ 3 വായിച്ച് പിന്നെ അവസാനത്തെ ശ്ലോകമാണ് ഈ സർഗത്തിൽ, അത് വായിക്കാം.
ഊചുരഗ്രേ ഗിരേः പശ്ചാത് ഗംഗായാ ഉത്തരേ തടേ വിവിക്തം രാമസദനം രമ്യകാനനമണ്ഡിതം സഫലൈരാമ്രപനസൈः കദളീഷണ്ഡസംവൃതം ചമ്പകൈः കോപിതാരൈശ്ച പുന്നാഗൈർവിപുലൈസ്തഥാ ഏവം ദർശിതമാലോക്യ മുനിഭിർഭരതോഗ്രത ഹർഷാദ്യയൗ രഘുശ്രേഷ്ഠഭവനം മന്ത്രിണാ സഹ. 66. ദദർശ ദൂരാദതിഭാസുരം ശുഭം രാമസ്യ ഗേഹം മുനിവൃന്ദസേവിതം വൃക്ഷാഗ്ര സംലഗ്ന സുവൽക്കലാജിനം രാമാഭിരാമം ഭരത സഹാനുജ. എന്താണറിയോ? സഹാനുജ ഭരത, അനുജനോടുകൂടിയ ഭരതൻ, ശത്രുഘ്നോട് കൂടിയിട്ടേ രാമാഭിരാമം. രാമാഭിരാമൻ എന്താ? രാമനുള്ളതുകൊണ്ട് മനോഹരമായതും രാമൻ്റെ സാന്നിധ്യം കൊണ്ട് മനോഹരമായതും അതാണ് രാമാഭിരാമം. വൃക്ഷാഗ്ര സംലഗ്ന സുവൽക്കലാജിനം, വൃക്ഷത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ടുള്ള, അതായത് മരവുരിയോടും, ശരിക്കുള്ള മരവുരിയോടും കൃഷ്ണമൃഗത്തോലോടു കൂടിയതും മുനിവൃന്ദസേവിതം, മുനി സമൂഹത്താൽ ആരാധിക്കപ്പെടുന്നതും ശുഭം മംഗളകരവും അതിഭാസുരം അങ്ങേയറ്റം ശോഭിക്കുന്നതുമായ രാമസ്യ ഗേഹം, രാമൻ്റെ ഭവനത്തെ ദൂരദ് ദദർശ, ദൂരത്തിൽ നിന്ന് കണ്ടു. എന്തറിയോ? ഈ രാമൻ അവിടെ ഉള്ളത് കൊണ്ട് സകല ജീവരാശികളെയും ആനന്ദിപ്പിക്കേണ്ട അഭിരാമം. രാമൻ ഉള്ളത് കൊണ്ട് മനോഹരവും അഭിരാമവും, അതായത് രാമൻ്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ ജീവജാലങ്ങളും രമിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. എല്ലാ ജീവരാശികളെ ആനന്ദിപ്പിക്കുന്ന ഒരു സ്ഥലമായിപ്പോയി അത് രാമൻ വസിക്കുന്നത് കൊണ്ട്. രാമൻ വസിക്കുന്നത് കൊണ്ട് സകല ജീവരാശികളെയും ആനന്ദിപ്പിക്കുന്നതും, പിന്നെയോ ഈ വൽക്കലങ്ങളെ കൊണ്ടും, അതായത് കൃഷ്ണമൃഗത്തിൻ്റെ തോലുകൊണ്ടും മരത്തിൻ്റെ തോലുകൊണ്ടും ഒക്കെയാണ് ഈ വാസസ്ഥാനം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ അത്ര മംഗളകരമായിട്ടുള്ള മുനി സമൂഹമൊക്കെ ആരാധിച്ചും കൊണ്ടിരിക്കുന്ന ആ രാമൻ്റെ ആശ്രമത്തിൻ്റെ കാര്യം പറഞ്ഞ രാമനെ അല്ല, രാമൻ്റെ ആശ്രമത്തിന് തന്നെ മുനികൾ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ മുനി സമൂഹത്താൽ സേവിക്കപ്പെടുന്നതുമായ ആ രാമാശ്രമത്തെ ഭരതനും ശത്രുഘ്നും ദൂരെ നിന്ന് കണ്ടു. അതാന്ന് കാണിച്ചു കൊടുത്തുല്ലോ, അപ്പം കണ്ടു എന്ന്. അപ്പം നമുക്കിത് വായിച്ച് ഈ 8-ാം സർഗം കഴിഞ്ഞ 9-ാം സർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദദർശ ദൂരാദതിഭാസുരം ശുഭം രാമസ്യ ഗേഹം മുനിവൃന്ദസേവിതം വൃക്ഷാഗ്ര സംലഗ്ന സുവൽക്കലാജിനം രാമാഭിരാമം ഭരത സഹാനുജ. അപ്പോൾ ഇത് ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡേ 8-മ സർഗ കഴിഞ്ഞു. ഇനി നമ്മളെ അയോധ്യാകാന്ഡം 9-ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആദ്യം ശിവൻ തന്നെ പറയണതായിട്ടാണ് കേട്ടോ അമ്മ, ശിവഭഗവാൻ പറയണതായിട്ടാണ് തുടങ്ങുന്നത്. ശ്രീ മഹാദേവ ഉവാച അഥ ഗത്വാശ്രമപദസമീപം ഭരതോ മുദാ സീതാരാമപദൈർയുക്തം പവിത്രമതിശോഭനം. അഥ ഭരതഃ, അനന്തരം ഭരതൻ, സീതാരാമപദൈഃ യുക്തം അതിശോഭനം പവിത്രം ആശ്രമപദസമീപം, സീതയുടെയും രാമൻ്റെയും പാദങ്ങളാൽ അടയാളപ്പെട്ടത്, അങ്കിതമായതും, പാദാങ്കിതങ്ങളാണ്. അതെ, ശ്രീരാമൻ സേന നടക്കണ്ടല്ലോ അവിടെ, അതുകൊണ്ടാണ് ശ്രീരാമൻ്റെയും സീതയുടെയും പാദങ്ങളാൽ അങ്കിതപ്പെട്ടതും മംഗളകരവും, അതാണ് പവിത്രം. പവിത്രം പരിശുദ്ധവുമായ ആശ്രമസ്ഥാനത്തെ മുദാ ഗത്വ, സന്തോഷത്തോടു കൂടി ഗമിച്ചിട്ട്, അപ്പം അങ്ങോട്ട് നടന്നു. ദൂരെ കണ്ടു എന്നല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം അങ്ങോട്ട് നടന്നു, അതിന് സമീപിച്ചു. അതായത് ഭരതൻ സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും കാലടിപ്പാടുകളാൽ പരിശുദ്ധവും മംഗളകരവുമായ ആശ്രമത്തിലേക്ക് സന്തോഷത്തോടുകൂടി ചെന്നു. ശ്രീ മഹാദേവ ഉവാച അഥ ഗത്വാശ്രമപദ സമീപം ഭരതോ മുദാ സീതാരാമപദൈർയുക്തം പവിത്രമതിശോഭനം. 2 സ തത്ര വജ്രാങ്കുശവാരിജാഞ്ജിത ധ്വജാദിചിഹ്നാനി പദാനി സർവദാ ദദർശ രാമസ്യ ഭുവോതി മംഗളാന്യചേഷ്ടയൽ
പദരജസ്തു സാനുജ. എന്തൊരു ഭക്തിയാണ് ഈ ഭരതനെ. തത്ര വജ്രാങ്കുശ വാരിജാഞ്ചിത ധ്വജാതി ചിഹ്നാനി ഭുവഃ. അതായത് വളരെ മംഗളമായിട്ടുള്ള രാമൻ്റെ പദം, അതിമംഗളാനി രാമസ്യ പദാനി. അതെ, അവിടെ വജ്രം, അങ്കുശം, താമര, ധ്വജം, കൊടി ഇവയാൽ അടയാളപ്പെട്ടും ഭൂമിക്ക് അങ്ങേയറ്റം മംഗളം. അതാണ് പറഞ്ഞത്, അതിമംഗളാനി രാമസ്യ പദാനി. ഭൂമിക്ക് തന്നെ വളരെ മംഗളം നൽകുന്നതുമായ രാമൻ്റെ പാദങ്ങളെ സഹ ഭരതൻ ദദർശ കണ്ടു. സാനുജഹ പാദരജസ്തു അചേഷ്ടയൽ. രാമൻ്റെ കാലടിപ്പാട് ഇങ്ങനെ കണ്ടു ആശ്രമത്തിൽ എത്താറായപ്പോഴേ. അപ്പോൾ ഭരതൻ ശത്രുഘ്നനോട് കൂടി ആ പാദരജസ് ആ പാദധൂളികളെ ഉരുണ്ടൂന്ന്. അചേഷ്ടയത് അത്ര ഭക്തി. എന്താണ് ഈ എന്താ പറയുക, അക്രൂരൻ ചെയ്തൂലോ. എന്താണ് ഭാഗവതത്തിൽ തന്നെ അക്രൂരൻ ചെയ്യൂലോ ശ്രീരാമനെ, അല്ല ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി കംസനെ അയക്കൂലോ അക്രൂരനെ. അപ്പോൾ വൃന്ദാവനത്തിലെത്തിയപ്പോൾ അക്രൂരൻ ഭഗവാന്റെ പാദധൂളി, ഭഗവാൻ നടന്ന സ്ഥലമാണ് പറഞ്ഞ ആ മണ്ണിൽ കിടന്ന് ഉരുണ്ടു. അതുപോലെ തന്നെ അപ്പോൾ ആ സ്ഥലത്ത് വജ്രം, അങ്കുശം തോട്ടിയാണ് കേട്ടോ. വജ്രം, അങ്കുശം, താമരപ്പൂവ്, ധ്വജം, കൊടി, ഇതൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ആ ഭൂമിയിലെ. ആ ഭൂമിദേവിക്ക് അത്യന്തമംഗളം ജനിപ്പിക്കുന്ന ശ്രീരാമചന്ദ്രൻ കാലടികളാൽ അങ്കിതമായ ആ മണ്ണിനെ ഭരതൻ കണ്ടു. ആ പാദധൂളികളിൽ ശത്രുഘ്നനും ഭരതനും വീണുരുണ്ടു. ഭഗവാനോട് ആ ഭഗവാന്റെ പാദധൂളികൾ, ശ്രീരാമചന്ദ്രൻ്റെ പാദധൂളികളാണല്ലോ ഇത്. ശ്രീരാമൻ നടന്ന മണ്ണല്ലേന്ന് വിചാരിച്ച് ആ മണ്ണിൽ പൊടിയിൽ മണ്ണും പൊടിയായിട്ടുള്ള മണ്ണായിരിക്കണം. ആ പാദധൂളികളിൽ വീണുരുണ്ടു. ആര്? ഭക്തി കൊണ്ടേ ഭരതനും ശത്രുഘ്നും. കണ്ടിട്ട് പോലും ഇല്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല, മുറ്റത്തെത്തിയിട്ടേ ഉള്ളൂ. സതത്ര വജ്രാങ്കുശ വാരിജാഞ്ചിത ധ്വജാതി ചിഹ്നാനി പദാനി സർവതഃ ദദശ രാമസ്യ ഭുവോതി മംഗളാന്യചേഷ്ടയൽ പാദരജസ്തു സാനുജഃ. ഇനി 3. അഹോ സുധന്യോഹ മമൂനി രാമപാദാരവിന്ദാങ്കിതഭൂതലാനി പശ്യാമി യൽപാദരജോ വിമൃഗ്യം ബ്രഹ്മാദിദേവൈഃ ശ്രുതിഭിശ്ച നിത്യം. അമൂനി പാദാരവിന്ദാങ്കിതഭൂതലാനി. രാമൻ്റെ പാദാരവിന്ദങ്ങളാൽ അങ്കിതപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയെ അഹം പശ്യാമി ധന്യഃ. അഹോ, ഞാൻ കാണുന്നു, ഞാൻ വളരെ ധന്യനായി എന്ന് പറയാണ്. ഭാഗ്യം, ഞാൻ ഭാഗ്യവാനായി. ഭാഗ്യം യൽ പാദരജഃ, ഏതൊരവൻ്റെ പാദധൂളി ബ്രഹ്മാദിദേവൈഃ ശ്രുതിഭിഃ ച നിത്യം വിമൃഗ്യം. ബ്രഹ്മാദിദേവന്മാരാലും വേദങ്ങളാലും നിത്യവും അന്വേഷിക്കപ്പെടുവാൻ അർഹതയുള്ളത്. ബ്രഹ്മാദിദേവന്മാരാൽ പോലും, ഇവൻ വേദങ്ങളാൽ പോലും നിത്യവും അന്വേഷിക്കപ്പെടുവാൻ യോഗ്യമായ ആ പാദധൂളികളെ ഞാനിന്ന് കണ്ടു. അത് ഞാൻ എത്ര ധന്യൻ. അഹോ, ഭാഗ്യം എന്ന് പറയണം അല്ലേ. ബ്രഹ്മാദിദേവന്മാർ എല്ലാവരും ഈ ഭഗവാന്റെ പാദാരവിന്ദത്തിലേക്കല്ലേ, പാദാരവിന്ദം അണയാനാണല്ലോ എല്ലാവരും ശ്രമിക്കണം. അതാണ് ഈ ബ്രഹ്മാദിദേവന്മാരും ശ്രുതികളും ഏതൊരുവൻ്റെ പാദധൂളിയെ നിത്യവും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ രാമചന്ദ്രൻ്റെ പാദാരവിന്ദങ്ങൾ പതിഞ്ഞിരിക്കുന്ന ഈ മണ്ണ് ഞാൻ കണ്ണുകൊണ്ട് കാണാൻ ഞാൻ എത്ര ഭാഗ്യവാനായിരിക്കുന്നു. കണ്ണുകൊണ്ട് കാണാൻ സാധിച്ച ഞാൻ മഹാധന്യൻ തന്നെ. എൻ്റെ ഭാഗ്യം അത്യാശ്ചര്യകരം എന്ന് പറയാണ് ആര്? ഭരതനെ. അഹോ സുധന്യോഹമൂനി രാമപാദാരവിന്ദാങ്കിതഭൂതലാനി പശ്യാമി യത്പാദരജോ വിമൃഗ്യം ബ്രഹ്മാദിദേവൈ ശ്രുതിഭിശ്ച നിത്യം. 4. ഇത്യദ്ഭുത പ്രേമരസാപ്ലുതാശയോ
വിഗാഠചേതാ രഘുനാഥ ഭാവനേ ആനന്ദജാശ്രുസ്നപിതസ്തനാന്തര ശനൈരവാപാശ്രമസന്നിധിം ഹരേഃ ഇതി അദ്ഭുതപ്രേമരസാപ്ലുതാശയഃ. ഇപ്രകാരം അദ്ഭുതമായ സ്നേഹത്താൽ വ്യാപിക്കപ്പെട്ട മനസ്സോടുകൂടിയവനും, അതാണ് അദ്ഭുത പ്രേമരസാപ്ലുതാശയ, അങ്ങേയറ്റം സ്നേഹത്താൽ നിറഞ്ഞ മനസ്സോടുകൂടിയവനും രഘുനാഥ ഭാവനെ വിഗാഠചേതാഹ, ശ്രീരാമനെ സ്മരിച്ചപ്പോൾ വളരെ എന്താ പറയേണ്ട, നനഞ്ഞ മനസ്സോടുകൂടിയും ആനന്ദജാശ്രുസ്തപിതസ്തനാന്തരഹ, ആനന്ദബാഷ്പം കൊണ്ട് നനയ്ക്കപ്പെട്ട മാറോടുകൂടിയവനായി. ആനന്ദജാശ്രു കൊണ്ട് തപിതം, ചൂടുള്ള കണ്ണീര് വീണിട്ട് സ്തനാന്തര, അതായത് ആനന്ദബാഷ്പത്താൽ നനയ്ക്കപ്പെട്ട മാറിടത്തോടു കൂടിയവനുമായിട്ട് ഹരേഹേ ആശ്രമസന്നിധിം, ആ മഹാഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ തന്നെ, ശ്രീരാമചന്ദ്രസ്വാമി മഹാവിഷ്ണു ആണല്ലോ, ആശ്രമ സമീപത്തെ ശനൈഹി ചാല, പതുക്കെ പതുക്കെ അവാപ പ്രാപിച്ചു, എത്തി. ഇങ്ങനെ ഇപ്രകാരം അത്ഭുതമായിട്ടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് രാമസ്മരണത്തിൽ മനസ്സ് പതിഞ്ഞ് ആനന്ദബാഷ്പം കൊണ്ട് മാറിടം നനഞ്ഞ് ഭരതൻ മന്ദമന്ദം രാമാശ്രമത്തിൻ്റെ സമീപത്തിൽ എത്തി. ഇനി നമുക്ക് ഇവിടെ നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി 2 ശ്ലോകം ഒന്നിച്ചാണ്. അപ്പോൾ കുറച്ചധികം സമയം വേണ്ടി വരും. അതുകൊണ്ട് 2 വലിയ ശ്ലോകമാണ്, പിന്നെ ചെറുതല്ല. അപ്പോൾ ഞാൻ 4 ശ്ലോകത്തിൻ്റെ ഫലമുണ്ട് കഷ്ടിച്ച്. അപ്പം ഞാൻ ഇന്നിവിടെ നിർത്താം. പിന്നെ ശ്രീരാമൻ വളരെ സന്തോഷമായിട്ട് രാമൻ ആശ്രമത്തിൻ്റെ ഭരതനും ശത്രുഘ്ന സമേതനായിട്ട് ആശ്രമത്തിൻ്റെ അടുത്തെത്തി എന്നാണ് നമ്മൾ പറഞ്ഞത്. മെല്ലെ മെല്ലെ പ്രാപിച്ചു എന്ന് പറഞ്ഞല്ലോ അല്ലേ. പിന്നെ ആശ്രമസന്നിധിം ശനൈഹി അവാവ പറഞ്ഞു. ആശ്രമസന്നിധിയിൽ അവൾ പതുക്കെ നടന്ന് അവിടെ എത്തിയെന്ന്. ഇനി നമുക്ക് നാളെ അടുത്തത് കണ്ടിന്യൂ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.